ഏപ്രിൽ 22, 2025 പെഹൽഗാമിൽ 5 ഭീകരർ ചേർന്ന് ഒന്നും അറിയാത്ത ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തു. വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു പഹൽഗാം കുറഞ്ഞത് 26 വിനോദസഞ്ചാരികളാണ് ഇവിടെ കാശ്മീരിൽ മരിച്ചത്. ഇവർ വിനോദസഞ്ചാരികളോട് ജാതി ചോദിച്ചുകൊണ്ടാണ് ഇവർക്ക് നേരെ വെടിയുയർത്തു തുടങ്ങിയത്. പ്രധാനമായും മുസ്ലിങ്ങളല്ലാത്ത വിനോദസഞ്ചാരികൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇത് തടയാൻ ശ്രമിച്ച ഒരു പ്രാദേശിക മുസ്ലിം പോണി റൈഡർ ഓപ്പറേറ്ററും കൊല്ലപ്പെട്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം മെയ് 7 പുലർച്ചെ 1 മണിയോടെ ഇന്ത്യയുടെ സായുധ സേന പാകിസ്ഥാനും പാകിസ്ഥാനിലെ അധീനതയിലുള്ള കാശ്മീർ ഉൾപ്പെടെ 9 ഭീകര സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി നശിപ്പിച്ചു. അതിൽ ലഷ്കർ തൊയ്ബയുടെയും ജയ്ഷ് മുഹമ്മദിന്റെയും ആസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ 2 രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. Right now, 2 nations are on the brink of war as tensions rise between India and Pakistan. കാശ്മീർ എല്ലായ്പ്പോഴും വിവാദത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 78 വർഷത്തിനിടെ കാശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3 പ്രധാന യുദ്ധങ്ങളാണ് ഉണ്ടായത്. കാശ്മീരിൽ നിരന്തരമായി സംഘർഷം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിലിറ്ററിയുടെ സാന്നിധ്യം ഇവിടെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തീവ്രവാദി ഗ്രൂപ്പുകൾ. കാശ്മീർ 3 പവർഫുള്ളായ രാജ്യങ്ങൾ കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന. ചൈന കാശ്മീരിന്റെ ഈ ഭാഗം ആക്രമിക്കുകയും ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിന്റെ ഈ ഒരു ഭാഗമാണ് കൺട്രോൾ ചെയ്തിരുന്നതെങ്കിലും ഇതിന്റെ അതിർത്തികൾ ചൊല്ലി നിരന്തരമായ സംഘർഷങ്ങൾ നടന്ന ഒരു പ്രദേശമായി മാറി. എങ്ങനെയാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഈ ബോർഡർ വരച്ചതെന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതറിയാൻ നമ്മൾ കുറച്ചു കാലം പുറകോട്ട് പോകണം. ഏകദേശം 200 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ 1947 ഇന്ത്യയിൽ മുഴുവൻ ശക്തമായ സ്വാതന്ത്ര്യ പ്രസ്ഥാന ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. അതേസമയം ബ്രിട്ടനിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം വൻ കടക്കണിയിലായി. അവരുടെ കോളനികളിൽ പിടിച്ചു നിൽക്കാൻ റിസോഴ്സസ് ഇല്ലായിരുന്നു. അതിനാൽ അവർ ഇന്ത്യ വിടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ശരിയായ അധികാര കൈമാറ്റത്തിന് ഏകദേശം 5 വർഷം എടുക്കുമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതി. എന്നാൽ 1947 തുടക്കത്തിൽ ചുമതലയേറ്റ ബ്രിട്ടീഷ് നേതാവ് എത്തിയപ്പോൾ അദ്ദേഹം അധികാരമാറ്റത്തിന് വേണ്ടി അനുവദിച്ചിരുന്ന കാലാവധി തീർത്തും ചുരുക്കി. കാര്യങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിൽ 5 വർഷം ആവശ്യമുള്ളത് വെറും 4 മാസത്തിനുള്ളിൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയെ 2ആയി മാറ്റാൻ തീരുമാനിച്ചു. കൂടുതൽ മുസ്ലിം മതക്കാരുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ എന്നും കൂടുതൽ ഹിന്ദു മതക്കാരുള്ള പക്ഷേ എല്ലാ മതക്കാരും ഒരുപോലെ ജീവിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ എന്നും അതിർത്തി വരയ്ക്കാൻ ബ്രിട്ടീഷുകാർ ലണ്ടനിൽ നിന്ന് ഒരു അഭിഭാഷകനെ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് 1 മാസം മുമ്പാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ഇതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നിട്ടില്ല. ഈ പ്രദേശത്തെക്കുറിച്ച് അധികമൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടായിരുന്നു. എന്നിട്ടും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഭൂപടത്തിൽ വരവരയ്ക്കുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഈ ബ്രിട്ടീഷ് അഭിഭാഷകൻ ഭൂപടങ്ങളും ജനസംഖ്യാ കണക്കുകളും പരിശോധിച്ച് ഇന്ത്യയിലെ ആളുകളുടെ മതപരമായ ഐഡന്റിറ്റി കാണിക്കുന്ന ഭൂപടങ്ങളിലാണ് അദ്ദേഹം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള മതവിശ്വാസങ്ങളും ഈ സെൻസസ് ഭൂപടങ്ങൾ നോക്കിയാൽ എല്ലാ വിശ്വാസങ്ങളും ഒരു പ്രദേശത്തിനുടനീളം ഇടകലർ ജീവിക്കുന്നത് കാണാം. അതുകൊണ്ട് അതിർത്തി വരയ്ക്കാൻ വേണ്ടി ബ്രിട്ടീഷ് അഭിഭാഷകൻ ഓരോ ജില്ലകളും പ്രത്യേകം പരിശോധിച്ചു. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ ജില്ലകളെയും പുതിയ പാകിസ്ഥാൻ എന്ന രാജ്യത്തിലേക്ക് ചേർത്തു. ഹിന്ദുക്കളും സിഖ് മതക്കാരും ഭൂരിപക്ഷമുള്ള ജില്ലകളെ ഇന്ത്യയിൽ തന്നെ നിലനിർത്തി. 2 nations will be created by partition. A secular India and a new homeland for India's Muslims. Pakistan. ഈ രീതി അനുസരിച്ച് ഒരു അതിർത്തി എങ്ങനെയായിരിക്കണമെന്ന് അഭിഭാഷകന് ഏകദേശം രൂപം കിട്ടി. ഇതിനായി അദ്ദേഹത്തിന് വെറും 5 ആഴ്ച മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൃത്യമായ അതിർത്തി നിർണ്ണയിക്കാൻ വർഷങ്ങൾ എടുക്കുമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് എഴുതി. The gate of freedom is open in India. In Karachi, capital of the newly created Muslim state of Pakistan, Lord Louis Mountbatten, last Viceroy of India, arrives to take part in the official end of British rule. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ബ്രിട്ടീഷ് അഭിഭാഷകൻ തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി 2 ദിവസത്തിന് ശേഷം അതിർത്തികൾ പരസ്യമാക്കി. ഇത് കാരണം 14 ദശലക്ഷത്തിലധികം ആളുകൾക്ക് അവരുടെ വീടും ജീവിതവും ഉപേക്ഷിച്ച് ഇപ്പോൾ അവർക്ക് കിട്ടിയ പുതിയ അതിർത്തിയിലേക്ക് പോകേണ്ടി വന്നു. 1 million people become refugees overnight. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല മുസ്ലിങ്ങളും പുതിയ പാകിസ്ഥാനിലേക്കും മാറി താമസിച്ചു. 4.5 million Hindus and Sikhs are forced to migrate from Pakistan to India. 6 million Muslims must move in the opposite direction. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നിർബന്ധിത കുടിയേറ്റങ്ങളിൽ ഒന്നായിരുന്നു. ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നയിച്ചത്. നഗരങ്ങളിൽ തീപിടുത്തം, സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം, മൃതദേഹങ്ങൾ നിറഞ്ഞ ട്രെയിനുകൾ എന്നിങ്ങനെ ഭയാനകമായ ആക്രമണങ്ങൾക്ക് ഇത് കാരണമായി. ഈ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനം പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ ശ്രദ്ധയില്ലാത്ത ഭരണം കാരണം ഉണ്ടായതാണ്. ഈ കാലാവസ്ഥയിൽ ചില നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തോടൊപ്പം ചേരാൻ അവസരം കൊടുക്കും. മിക്കവാറും എല്ലാ രാജാക്കന്മാരും അവരുടെ ജനങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യും. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ വേറെ
രീതിയിലായിരുന്നു. ഇത് പുതിയ അതിർത്തിയുടെ അടുത്തായിരുന്നതിനാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു ഹിന്ദു രാജാവാണ് ഭരിച്ചിരുന്നത്. ഏത് രാജ്യത്തോടൊപ്പം ചേരണമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് ആരുടെയും കൂടെ ഇല്ല എന്ന് തീരുമാനിച്ചു. രാജാവ് ഇന്ത്യയുടെ കൂടെ ചേരുമെന്ന് പേടിച്ച് 1947 കാശ്മീരിലെ ആളുകൾ അവിടെ എതിർപ്പുണ്ടാക്കി. ഇത് നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ആയുധങ്ങളുമായി കുറച്ച് ആളുകൾ വന്ന് അവിടെ പോരാട്ടത്തിൽ ചേർന്നു. ഇതോടെ രാജാവ് സൈനിക സഹായത്തിനു വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. അതിനു പകരമായി ഇന്ത്യയിൽ ചേരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ കാശ്മീരിൽ ആദ്യത്തെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. 1949 UN സുരക്ഷാ കൗൺസിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ടായി. അതിലൂടെ പാകിസ്ഥാന് ഈ ഭാഗവും ഇന്ത്യക്ക് ഈ ഭാഗവും കിട്ടി. കാശ്മീരിൽ കൂടുതൽ ആളുകളും മുസ്ലിങ്ങളായതുകൊണ്ട് അവർ പാകിസ്ഥാനോടൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് പാകിസ്ഥാൻ വാദിച്ചു. എന്നാൽ ഹിന്ദു രാജാവാണ് കാശ്മീർ തങ്ങൾക്ക് തന്നതെന്ന് ഇന്ത്യ പറഞ്ഞു. അതിനാൽ ഇന്ത്യ ശക്തമായ തീരുമാനം എടുക്കുകയും പിന്നീട് കാശ്മീരിനെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒഫീഷ്യലായി ഇൻക്ലൂഡ് ചെയ്തു. രണ്ടു രാജ്യങ്ങളും പതിറ്റാണ്ടുകളോളം കാശ്മീരിനെ കൂടുതൽ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1965 കാശ്മീരിൽ രണ്ടാമത്തെ ഇന്ത്യ-പാക് യുദ്ധം തുടങ്ങി. ഇരു സൈന്യത്തിലെയും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഒരു വെടിനിർത്തലിലൂടെ യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും ഈ അതിർത്തി മാറിയില്ല. 1971 വീണ്ടും ഒരു യുദ്ധം കൂടി ഉണ്ടായി. ഇത്തവണ കാശ്മീരിലായിരുന്നില്ല ശ്രദ്ധ, കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു. അവിടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരെ സഹായിക്കുകയും പാകിസ്ഥാനെ തോൽപ്പിക്കുകയും ചെയ്തു. ആ പ്രദേശം ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമായി മാറി. പാകിസ്ഥാൻ അതിന്റെ കിഴക്കൻ ഭാഗം നഷ്ടപ്പെട്ടു. ഇത് കാശ്മീരിനെ കൂടുതൽ പ്രധാനപ്പെട്ടതാക്കി. ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ ടാങ്കുകളും പീരങ്കികളും പട്ടാളക്കാരെയും നിയന്ത്രണ രേഖയിൽ വിന്യസിപ്പിച്ചതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരിടമായി കാശ്മീർ മാറി. ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ മുസ്ലിം യുവാക്കളെ ചേർക്കാൻ തുടങ്ങി. അവർ ഇന്ത്യൻ സൈന്യത്തിനെ കൂടുതൽ ആക്രമിച്ചു. ഈ കലാപത്തിൽ പാകിസ്ഥാൻ ഒരു അവസരം കണ്ടു. അവർ പുതിയ തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ കൊണ്ടുവന്നു. പാകിസ്ഥാനോട് കൂടുതൽ അടുപ്പമുള്ള കാശ്മീരിന് വേണ്ടി പോരാടുന്ന തീവ്രവാദ ഇസ്ലാമിക് പോരാളികൾ 1990കളുടെ മധ്യത്തോടെ ഈ ഗ്രൂപ്പുകൾ കലാപത്തിൽ മുൻപന്തിയിലെത്തി. ഇന്ത്യ വളരെ വലിയ സൈനിക ശക്തി ഉപയോഗിച്ച് ഇതിനെ നേരിട്ടു. 1998 കാര്യങ്ങൾ വീണ്ടും വഷളായി. Today, India conducted 3 underground nuclear tests. Pakistan today successfully conducted 5 nuclear tests. കാശ്മീർ ആണവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധക്കളമായി മാറി. 1999 വീണ്ടും ഒരു യുദ്ധമുണ്ടായി. 1999 യുദ്ധം മറ്റൊരു വെടിനിർത്തലോടെ അവസാനിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തമാവുകയും കാശ്മീരിലും കാശ്മീരിന് പുറത്തും ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. 2001 ഡിസംബർ 13 ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളും ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഒരു സായുധ ആക്രമണം നടത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു തോട്ടക്കാരനും ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെടുകയും അക്രമണത്തിൽ 5 ഭീകരന്മാർ മരിക്കുകയും ചെയ്തു. 2008 അതേ ഗ്രൂപ്പിൽ നിന്നുള്ള 10 തീവ്രവാദികൾ മുംബൈയിൽ 174 പേരെ കൊലപ്പെടുത്തുകയും 300 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 2019 പുൽവാമയിൽ നടന്ന ചാവേറാക്രമണം നടത്തിയത് കാശ്മീരിൽ നിന്നുള്ള 19 വയസ്സുകാരനായ ആദിൽ അഹമ്മദ് ദർ ആയിരുന്നു. ആദിൽ അഹമ്മദിന്റെ മാതാപിതാക്കളുടെ അഭിപ്രായത്തിൽ 2016 ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ തടയുകയും മുഖം നെൽത്തടിപ്പിച്ച് അപമാനിക്കുകയും ചെയ്തു. അതേ വർഷം ഒരു പ്രതിഷേധത്തിനിടെ കാലിൽ വെടിയേറ്റു. അടുത്ത വർഷം ആദിൽ അഹമ്മദ് ദർ തന്റെ സഹോദരങ്ങളോടൊപ്പം വീട് വിട്ട് ജെയ്ഷ് മുഹമ്മദിൽ ചേർന്നു. പാകിസ്ഥാൻ പിന്തുണയുള്ള ഈ സംഘടന അവനെ തീവ്രവാദിയാക്കുകയും ചാവേറാക്രമണത്തിന് പരിശീലിപ്പിക്കുകയും ചെയ്തു. ഒരു വർഷത്തിനു ശേഷം അവൻ സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനം ഇന്ത്യൻ സൈനിക കോൺവോയിലേക്ക് ഓടിച്ചു കയറ്റി. എന്നാൽ ഇപ്പോൾ പെഹൽഗാം. യുദ്ധം ഒരിക്കലും നല്ലതല്ല, പക്ഷെ അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് എല്ലായ്പ്പോഴും സിവിലിയൻസ് ആണ്. പക്ഷെ ഒരു രാജ്യത്തിന്റെ സമാധാനവും ജനങ്ങളുടെ സുരക്ഷയും കാക്കാൻ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മത തീവ്രവാദം പോലുള്ള ഭീഷണികളെ ചെറുക്കാനും നമ്മുടെ നാട്ടിലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിലയെടുക്കാനുമാണ് ഇത്തരം പോരാട്ടങ്ങൾ. അതിനാൽ അതിനെ പരിഗണിക്കേണ്ടത് ഒരു കനത്ത ഉത്തരവാദിത്തം എന്ന നിലയിലാണ്.